എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും S&S പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മീഡിയം ബഡ്ജറ്റുള്ള ഒരു മനോഹരമായ വീടാണ്. 8.25 സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന 1500 സ്ക്വയർ ഫീറ്റ് അടുത്ത് വിസ്തീർണ്ണമുള്ള മനോഹരമായ ഒറ്റനില വീടാണിത്. പാലാ പൊൻകുന്ന ഹൈവേയിലെ ഇളംകുളം ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി. ബസ് റോഡിൽ നിന്ന് ഏകദേശം ഒരു 400 മീറ്റർ മാത്രം മാറിയിരിക്കുന്ന മനോഹരമായ ലൊക്കേഷനിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളപ്പൊക്കം ഒരിക്കലും ബാധിക്കാത്ത മനോഹരമായ പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതുപുത്തൻ വീടാണിത്. ഈ ഒരു വീട് ചോദിക്കുന്ന വില 58 ലക്ഷം രൂപ മാത്രമാണ്. ധാരാളം വീടുകളൊക്കെ അടുത്ത് പണിതുകൊണ്ടിരിക്കുന്ന മനോഹരമായ ഏരിയയാണ്. 1-2 വീടുകളൊക്കെ താമസം ആരംഭിച്ചു കഴിഞ്ഞ് ഇതിനോട് ചേർന്നുള്ള വീടുകളൊക്കെ താമസം ആരംഭിച്ചു. അപ്പോൾ നല്ല ഭംഗിയിൽ നല്ല ക്വാളിറ്റി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടാണ്. കോമ്പൗണ്ട് വാളും ഗേറ്റും എല്ലാം പണി കഴിപ്പിച്ചു. ഗേറ്റിന് നേരെ മുൻഭാഗത്തായിട്ട് തന്നെ കാർ പോർച്ച് നൽകിയിരിക്കുന്നു. കിണർ വെള്ളമാണുള്ളത്. വാസ്തുശാസ്ത്ര പ്രകാരം കിഴക്ക് ദർശനത്തിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിണറിൻ്റെ മുകളിൽ ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വീടുകളൊക്കെ അടുത്ത് പണിതുകൊണ്ടിരിക്കുന്ന നല്ലൊരു മേഖലയാണിത്. പാലാ പൊൻകുന്നം ഹൈവേയിൽ നിന്ന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വീടാണിത്. പൊൻകുന്നം ടൗണിലേക്ക് ഏകദേശം ഒരു 5.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ഇളംകുളം ആണ് ടൗൺ വരുന്നത്. അപ്പോൾ നല്ലൊരു ഏരിയയാണ്. അടുത്തൊക്കെ സാധനങ്ങൾ മേടിക്കാനുള്ള കടകളും അത്യാവശ്യ ക്ഷേത്രവും പള്ളിയും സ്കൂളും എല്ലാം അടുത്തടുത്തുണ്ട്. അപ്പോൾ വീടിൻ്റെ പ്രവേശത്തായി വേസ്റ്റ് മാനേജ്മെൻറ്റുള്ള സംവിധാനങ്ങൾ കാണാം. അതുപോലെ തന്നെ അടുക്കലിലും ടാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്കുള്ള സ്റ്റെയർകേസൊക്കെ പുറകിൽ നിന്ന് കൊടുത്തിരിക്കുന്നു. എട്ടേമുക്കാൽ സെൻറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു മനോഹരമായ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില 58 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യങ്ങൾ ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണിത്. കോമ്പൗണ്ടൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞ് മുറ്റത്ത് ചരലാണ് പാകിയിരിക്കുന്നത്. നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകാം. മനോഹരമായ ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. നല്ല വലിപ്പമേറിയ ലിവിങ് ഏരിയയാണ്. നേരെ മുൻഭാഗത്തായിട്ട് തന്നെ TV യൂണിറ്റും അതോടൊപ്പം തന്നെ പ്രെയർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളും ഫാനുകളും ലൈറ്റുകളും എല്ലാം കൊടുത്തിരിക്കുന്നു. 4x2 സൈസിലുള്ള ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയേറിയ ടൈൽസ് കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഭിത്തിയിൽ ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് TVയുടെ സെറ്റ് ടോപ്പ് ബോക്സുകളൊക്കെ വെക്കാനുള്ള ഒരു കബോർഡുകൾ കൂടി കൊടുത്തിരിക്കുന്നു. ഇവിടെ നല്ലൊരു പ്രെയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയയാണ് വന്നിരിക്കുന്നത്. 3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. 3 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്. ഈ ഒരു കോർണറിലായിട്ട് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു. ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ടച്ച് സ്ക്രീൻ മിറർ കൂടി കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയായിട്ടാണ് വാഷ് കൗണ്ടറൊക്കെ ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളിലും സെയിം ടൈൽസാണ്, വലിയ ടൈൽസാണ് കൊടുത്തിട്ടുള്ളത്. 3 ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് ഏരിയയിൽ ചെറിയൊരു കബോർഡും അതോടൊപ്പം മിററും കൊടുത്തിരിക്കുന്നു. ബാത്റൂമിൽ ഒരു വാഷ് കൗണ്ടറും ഒരു ചെറിയ വാഷ് ബേസിനും അതോടൊപ്പം തന്നെ ക്ലോസറ്റുകളും ബ്രാൻഡഡ് ഫിറ്റിങ്സാണ് മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയേറിയ പാറ്റേണുള്ള ടൈൽസാണ് ഫ്ലോറിലും മുകളിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കിച്ചണിലേക്കാണ് പോകുന്നത്. നല്ല വലിപ്പമേറിയ ഒരു കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ള വലിയൊരു കിച്ചണാണ്. അതും ധാരാളം കബോർഡുകൾ കൂടി കൊടുത്തിരിക്കുന്നു. ഒരു വുഡൻ ഷെയ്ഡിലുള്ള ഫ്ലോറിംഗ് ആണ് ഇവിടെ തറയിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയേറിയ രീതിയിലുള്ള ഒരു കിച്ചണാണിത്. കൂടാതെ ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെയും സിങ്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കബോർഡുകളുണ്ട്. ഈ ഒരു കോർണറായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കൂടി കൊടുത്തിരിക്കുന്നു. പുറത്തേക്കുള്ള ഭാഗത്ത് ഗ്രില്ല് കൊടുത്ത് സേഫ് ആക്കിയിട്ടുണ്ട്. അടുത്ത 2 ബെഡ്റൂമുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇതാണ് ആ രണ്ടാമത്തെ ബെഡ്റൂം. വലിപ്പമേറിയ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്. കൂടാതെ കബോർഡുകൾ കൂടി നൽകിയിരിക്കുന്നു. വലിയൊരു വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു സ്റ്റഡി ടേബിൾ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മിററൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാർഡ്രോബിൻ്റെ ഉൾവശം. ഇഷ്ടംപോലെ സ്റ്റോറേജ് ഉണ്ട്. അടുത്തൊരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. എല്ലാ ബെഡ്റൂമുകൾക്കും നല്ല വലിയ ജനലുകളുണ്ട്. ഇവിടെയും ഡ്രസ്സിംഗ് ഏരിയയിൽ വലിയൊരു വാർഡ്രോബ് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമുകളാണ്.